Hi friends, welcome back to Richpearls Talkzz. രണ്ട് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഇടാനായിട്ട് സാധിച്ചില്ല, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം കൊണ്ടാണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ വീണ്ടും ജോർജറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പ് വിത്ത് ഷോൾസ് ആണ് കാണിക്കുന്നത്. എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെറ്റ് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഷെയർ ചെയ്ത് തരിക. അപ്പോൾ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും. അപ്പോൾ നെക്സ്റ്റ് പേയ്മെൻറ്റ് മോഡാണ്, ഒന്നെങ്കിൽ അക്കൗണ്ട് പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഓർ ഫോൺ പേ ആണിപ്പോൾ പോസിബിൾ ആയിട്ടുള്ളത്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്കിപ്പോൾ പോസിബിൾ അല്ല. ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എന്താണെങ്കിൽ, നിങ്ങൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ട്രാൻസാക്ഷൻ ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് റിസീവ്ഡ് ദ എമൗണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കിട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു കഴിഞ്ഞ നാളുകളിൽ പേയ്മെൻറ്റ്സ് കുറച്ച് കൂടുതൽ വരുമ്പോൾ നമുക്കത് ചില സമയത്ത് സെർവർ ഡൗണോ അല്ലെങ്കിൽ നെറ്റ് ഇഷ്യൂസൊക്കെ കാരണം കൊണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റാത്ത സമയത്ത് നിങ്ങൾക്ക് റിസീവ്ഡ് എമൗണ്ട് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാതെ അത് കുറച്ച് ലാഗ് ചെയ്ത് പോകും. ഇപ്പോൾ 2-3 ഓർഡേഴ്സ് അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ആ ഒരു മെസ്സേജ് കിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് നമ്മുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ ഒന്നും കൂടെ ശ്രമിക്കുക. റിസീവ്ഡ് ആണോ, എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് മെസ്സേജ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയുള്ള ഫോക്സ് ജോർജറ്റിലെ വർക്ക്സ് ആണ്. ഇന്ന് നല്ല ഹെവി വർക്കാണ്. നെക്കിൽ ബീഡ്സും അതുപോലെ ത്രെഡ് വർക്കും കൂടിയിട്ടുള്ള ഒരു ബ്ലെൻഡാണ്. നല്ല ഹെവി വർക്കാണ് നെക്കിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ത്രെഡ് വർക്കും വരുന്നുണ്ട്. ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സെയിം കളർ ത്രെഡും വരുന്നുണ്ട്. അതുപോലെ വൈറ്റ് ആൻഡ് സിൽവർ കട്ട് ബീഡ്സും ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. സ്ലീവ്സിലും ഇതേ വർക്ക് തന്നെ 1 ഇഞ്ചസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. നല്ല വൈഡ് നെക്കാണ്. ഇതിൻ്റെ സെറ്റ് വരുന്നത് ഈ ഒരു ഷോളും കൂടിയാണ്. ഈ ദുപ്പട്ടയിൽ ഈ ഒരു 1 സൈഡ് നല്ല തിക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് സിൽവർ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട്. 1 സൈഡ്, ഈ ഒരു സൈഡ് നമ്മളിങ്ങനെ ഇടുമ്പോൾ അത്രയും നോട്ടീസ് ചെയ്യാത്തത് കൊണ്ട് ഈ ഒരു തിക്ക് വർക്ക് ത്രൂ ഔട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് വരുന്നത് കൊണ്ടാണ് നമ്മളിതൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. കാണുന്ന പോർഷനിൽ നല്ല തിക്ക് വർക്ക് ഉണ്ട്. 1 ബോർഡേഴ്സിൽ മാത്രമാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെറ്റ്, അതായത് ടോപ്പ് വിത്ത് ഷോൾ, ഇതിന് പ്രൈസ് വരുന്നത് 1950 ആണ്, 1950. നെക്സ്റ്റ് പീസ് വരുന്നത് നല്ല സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ്, സിൽവർ ആൻഡ് ലൈറ്റ് പിങ്ക് കോമ്പിനേഷനാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. നല്ല ലൈറ്റ് ഷെയ്ഡാണ്. സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് ആൻഡ് സിൽവർ കട്ട് ബീഡ്സും അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് ത്രെഡ് വർക്കും ആണ് പോയിരിക്കുന്നത്. അതേ വർക്ക് തന്നെ സ്ലീവ്സിൽ. ഇതാണ് ലൈറ്റ് പിങ്ക് നോട്ട്സ്, ത്രെഡ് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിൽവർ ആൻഡ് വൈറ്റ് കട്ട് ബീഡ്സും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഈ സെറ്റിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. ഇതിൻ്റെയും ഈ 1 സൈഡിലാണ് വർക്ക് വരുന്നത്. ഇത്രയും പ്രൈസ് വരാൻ കാരണം നല്ല തിക്ക് വർക്കാണ്. ഇതിൽ നമ്മൾ ത്രൂ ഔട്ട് നല്ല തിക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ടയിലും 1 ബോർഡേഴ്സോ ഉള്ളൂ എന്ന് വെച്ചാലും അത് തിക്ക് വർക്കാണ്. ഈ ഷോളിലെല്ലാം വൈറ്റ് ആൻഡ് സിൽവർ ആണ് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ സെറ്റിൻ്റെ ഓവറോൾ വ്യൂ. 1950. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഡാർക്ക് ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക്, അതുപോലെ മെറൂൺ കളറിനോട് സ്വതവേ നമുക്ക് പ്രിയം കൂടുതലാണ്. നല്ല ഡിമാൻഡിങ് ഷെയ്ഡാണ് ഈ മെറൂൺ ഷെയ്ഡ്. ഈ മെറൂണിൽ വൈറ്റ് ആൻഡ് സിൽവർ വന്നപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ വർക്ക്. ഇതിൽ വൈറ്റ് ആൻഡ് സിൽവർ വർക്കാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് വർക്കും വരുന്നുണ്ട്. സ്ലീവ്സിലും ഇതേ വർക്ക് തന്നെയാണ് എല്ലാ പീസസിലും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് സ്ലീവ്സ് വരുന്നത്. നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. ഷോള് കാണാം. ഷോളും കൂടെ വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ ഈ ഒരു ഷെയ്ഡ് ലെഗിനോ അല്ലെങ്കിൽ പെൻസിൽ ബോട്ടമൊക്കെ നോർമലി എല്ലാവരുടെയും കയ്യിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ബോട്ടം ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ബോട്ടം വേണ്ടവർ ഒന്നെങ്കിൽ സെയിം ഷെയ്ഡ് അല്ലെങ്കിൽ വൈറ്റ് ബോട്ടം യൂസ് ചെയ്താലും മതി. ഇത് രണ്ടും, അതായത് ടോപ്പും ദുപ്പട്ടയും 2.5 മീറ്റേഴ്സ് നല്ലോണം ഉണ്ട്. നല്ല ഹെവി വർക്കാണ്. നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇനി ഓണം വരുന്നുണ്ട്, ഗിഫ്റ്റായിട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് 1950.
ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാ കളേഴ്സും അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തത് തന്നെയാണ്. നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് മോസ്റ്റ് ഡിമാൻഡിങ് ഷെയ്ഡ്സ് വെച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ എല്ലാ ടോപ്സ് ആൻഡ് ഷോൾസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാം ഒന്നിനൊന്ന് ഡിമാൻഡിങ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇത് നമ്മൾ കാണിച്ചിരുന്നു, റണ്ണിങ് മെറ്റീരിയലിലും കാണിച്ചിരുന്നു. നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡാണ്. അതിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. വൈറ്റ്, സിൽവർ ആൻഡ് ലൈറ്റ് പിങ്ക് ആണ് ഇതിൽ നോട്ട്സ് വരുന്നത്. ലൈറ്റ് പിങ്ക് നോട്ട്സ് വരുന്നുണ്ട്. പിന്നെ ഇതുവരെ കാണിച്ചിരുന്ന പോലെ തന്നെ വൈറ്റ് ആൻഡ് സിൽവർ കട്ട് ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ്സിലും അതേ വർക്ക് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. ഷോള് കാണാം. ഇങ്ങനെയാണ് ഈ സെറ്റിൻ്റെ ഷോളും കൂടി ഇടുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ്സ് ചിലപ്പം ചെറിയൊരു വ്യത്യാസം വീഡിയോയിൽ വരാറുണ്ട്, ഡാർക്ക് ഷെയ്ഡായിട്ട് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിയൽ ഷെയ്ഡ് അപ്പുറത്ത് കൊടുക്കാം. നല്ല ഡാർക്ക് വൈനാണിത്, മെറൂൺ അല്ല. ചിലപ്പോൾ മെറൂൺ ഷെയ്ഡ് പോലെ വീഡിയോയിൽ തോന്നാം. ഇത് ഡാർക്ക് വൈൻ ഷെയ്ഡാണ്. അതിൽ വൈറ്റ് ആൻഡ് സിൽവർ കട്ട് ബീഡ്സ് ആണ് നമുക്ക് ഷോളിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. 1 ബോർഡേഴ്സ് ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ച് തിക്ക് വർക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നമുക്ക് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആവുന്നത് കൊണ്ട് എല്ലാവർക്കും എഫോർഡബിൾ ആകാവുന്ന രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ തന്നെ ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് 2.5 മീറ്റേഴ്സ് തന്നെ ടോപ്പും അത്ര തന്നെ ഷോളും വരുന്നുണ്ട്. ഒരു 47 ഇഞ്ചസ് ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടാവുന്ന രീതിയിലുള്ള അത്രയും ലെങ്ത്തുള്ള മെറ്റീരിയലാണ്. പ്രൈസ് വരുന്നത് 1950. നെക്സ്റ്റ് ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ ആണ്. ബോട്ടിൽ ഗ്രീനും ഞാൻ പറഞ്ഞ പോലെ എവർ ഡിമാൻഡിങ് ഷെയ്ഡ് തന്നെയാണ്. ബോട്ടിൽ ഗ്രീനിൽ വൈറ്റ് തന്നെയാണ്, വൈറ്റ് ആൻഡ് സിൽവർ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ കാണിച്ചിരുന്ന പോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ. സ്ലീവ്സിൽ ഇങ്ങനെ വരുന്നു. സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ, ഷോൾ ഇല്ലെങ്കിലും സുഖമായിട്ട് യൂസ് ചെയ്യാം. ഷോളും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു റിച്ച് ലുക്കാണ്. ഇതിൻ്റെ ഷോളും കൂടെ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല വർത്ത് ആയിട്ടുള്ള സെറ്റാണ്. 1950 ആണ് പ്രൈസ്. നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഇത് നല്ലൊരു ലാവൻഡർ, ഡാർക്ക് ലാവൻഡർ ഷെയ്ഡാണ്. ഇതും മോസ്റ്റ് ഡിമാൻഡിങ് ഷെയ്ഡ് തന്നെയാണ്. എല്ലാ കളേഴ്സും നല്ല കളറാണ്. അതുപോലെ ഈ ഒരു വൈറ്റ് ആൻഡ് സിൽവർ വർക്ക് ആഡ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെയാണ് ഇതിൽ വർക്ക് വരുന്നത്. ക്ലോസർ വ്യൂ ഇങ്ങനെയാണ്. ഇതുവരെ കാണിച്ചിരുന്ന പോലെ തന്നെയാണ് വർക്കെല്ലാം. സ്ലീവ്സിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. ഷോളും കൂടെ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഫുൾ സെറ്റ് വ്യൂ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ്. നല്ല തിക്ക് വർക്കാണ്. ദുപ്പട്ടയിൽ വരുന്ന വർക്ക് ഇങ്ങനെയാണ്. 1 ബോർഡേഴ്സിലാണ് കേട്ടോ. ഈ ബോർഡർ കാണില്ല. നമ്മളിങ്ങനെ വെയർ ചെയ്യുമ്പോൾ ആ ബോർഡേഴ്സ് കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് വർക്ക് കൊടുക്കാതെ നല്ല തിക്കായിട്ടാണ് ത്രൂ ഔട്ട് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് സെയിം തന്നെ 1950. നെക്സ്റ്റ് കളറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ടീൽ ബ്ലൂവിൽ വൈറ്റ് ആൻഡ് സിൽവർ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. സ്ലീവ്സ് വരുമ്പോൾ ഇങ്ങനെ വരുന്നു. 1 ഇഞ്ചസിൽ നോട്ട്സും കട്ട് ബീഡ്സും ആയിട്ടാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഈ സെറ്റിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഷോളിലും സെയിം വർക്ക് തന്നെ 1 ബോർഡേഴ്സിൽ പോയിരിക്കുന്നു. വൈറ്റ് ആൻഡ് സിൽവർ വർക്കാണ്. പ്രൈസ് 1950. നെക്സ്റ്റ് കളർ വരുന്നത് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ബേസ് വരുന്നത്. അതിൽ വൈറ്റ് ആൻഡ് സിൽവർ പ്ലസ് ലൈറ്റ് ഗ്രീൻ ആണ് നോട്ട്സ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. വൈറ്റ് ആൻഡ് സിൽവർ കട്ട് ബീഡ്സ് പ്ലസ് ലൈറ്റ് ഗ്രീൻ ആണ് ത്രെഡ് വർക്ക് വരുന്നത്. സ്ലീവ്സ് ഇങ്ങനെ വരുന്നു. സെയിം വർക്ക് തന്നെ 1 ഇഞ്ചസ് ബോർഡറിൽ വെച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ദുപ്പട്ടയും കൂടെ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. നല്ല ലെങ്ത്തുള്ള മെറ്റീരിയലാണ്. 2.5 മീറ്റേഴ്സ് നന്നായി കിട്ടുന്നുണ്ട്. 47 ഇഞ്ചസ് ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന അത്രയും ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ടയും നല്ല ലെങ്ത് ഉണ്ട്. 2.5 മീറ്റേഴ്സ് തന്നെ ഉള്ളതുകൊണ്ട് തട്ടമായിട്ട് യൂസ് ചെയ്യാനോ നല്ല ഹൈറ്റുള്ളവർക്കും ഒക്കെ പറ്റുന്ന മെറ്റീരിയലാണ്. പ്രൈസ് വരുന്നത് 1950. നെക്സ്റ്റ് ഷെയ്ഡ് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ലൈറ്റാണ്. ഒലിവ് ഗ്രീനിൽ ലൈറ്റ് ഷെയ്ഡും ഒലിവ് ഗ്രീൻ തന്നെ ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട്. ഇത് ലൈറ്റർ ഷെയ്ഡാണ്. ഇതിൽ വൈറ്റ് ആൻഡ് സിൽവർ തന്നെയാണ് ഇതിൽ കട്ട് ബീഡ്സ് ആൻഡ് വർക്ക് വരുന്നത്. അതിൽ നോട്ട്സ് വരുന്നതും ഈ ഒരു വൈറ്റ് തന്നെയാണ്. ഡാർക്ക് ഒലിവ് ഗ്രീനിൽ ലൈറ്റ് ഗ്രീനാണ് ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൽ സ്ലീവ്സിൽ ഇങ്ങനെ വരുന്നു. ഈ സെറ്റിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. എല്ലാ കളേഴ്സും നല്ല കളേഴ്സാണ്. ഇത് ലൈറ്റ് ഒലിവ് ഗ്രീൻ ആണ്. ഇതിൻ്റെ തൊട്ട് മുന്നേ കാണിച്ചത് കുറച്ചും കൂടി ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ്.
നല്ല വർത്ത് ആയിട്ടുള്ളൊരു സെറ്റാണ്. നമുക്ക് നല്ല ലെങ്ത് ഉള്ളവർക്കും സൈസ് ഉള്ളവർക്കും ഒക്കെ വെയർ ചെയ്തിടാവുന്ന 47 ഇഞ്ചസ് നമുക്ക് ലെങ്ത്ത് കിട്ടും. അതുപോലെ തന്നെ ഷോളും നല്ല ലെങ്ത് ഉള്ളത് കൊണ്ട് ഹൈറ്റ് ഉള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. 1950. അപ്പോൾ ജോർജറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത പ്രോഡക്ട്സുമായി വീണ്ടും കാണാം.